ഹായ് ഓൾ. നമ്മൾ ഉപയോഗിക്കുന്ന കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങളെല്ലാവരും തന്നെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 എക്സാമുകൾ നമ്മൾ ഓൺലൈനായിട്ടാണ് നടത്തിയത്. ആ കോളേജ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് എക്സാം സെറ്റ് ചെയ്ത് അത് വഴിയാണ് നമ്മൾ എക്സാം നടത്തിയത്. അതെങ്ങനെ എഴുതണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആ കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ലോഗിൻ ചെയ്തെന്ന് നോക്കാം. നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിച്ച് പരിചയമുള്ളവരുണ്ടാവും, ചിലപ്പോൾ ഉപയോഗിക്കാത്ത ആളുകളുണ്ടാവും. ക്ലാസ് ടീച്ചർമാർക്കൊക്കെ ഉപയോഗിച്ച് പരിചയം ഉണ്ടാവും, കാരണം അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനൊക്കെ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് ചെയ്യുന്നതാണ്. അല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇതിൽ അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ലോഗിൻ നെയിമും പാസ്വേഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യാൻ നോക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഈ URL ടൈപ്പ് ചെയ്യുക. stmariscollege.fedena.com എന്നാണ് URL. ഈ അഡ്രസ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓണായി വരും. ഈ ഇന്റർഫേസിൽ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് നമ്മുടെ യൂസർ നെയിമും വേറൊന്ന് നമ്മുടെ പാസ്വേഡും. അപ്പോൾ ഞാനിതിൽ എൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ട്. stmaris048 എന്നാണ് യൂസർ നെയിം. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പാസ്വേഡും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആർക്കെങ്കിലും ലോഗിൻ ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോളേജ് ഓഫീസുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ലോഗിൻ ഇഷ്യൂസ് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ലോഗിൻ ചെയ്ത് വരുന്ന ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ക്വിക്ക് ആക്സസിന് വേണ്ടി കുറച്ച് പെല്ലറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലീവ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എംപ്ലോയി ലീവ്സ്, അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻ. മേലെ ഒരു റെഡ് കളർ ടൈറ്റിൽ ബാർ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഒരു മെനു കാണും, then ഒരു സെർച്ച് ബോക്സ് കാണും. ഈ സെർച്ച് ബോക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെർച്ച് ബോക്സിനകത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എംപ്ലോയി സെർച്ച് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിനെ സെർച്ച് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെർച്ച് ബോക്സ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു എംപ്ലോയി സെർച്ച് നടത്തി, ഇതിനകത്ത് ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരും. ദെൻ ഇതിനകത്ത് വേറെ ഒരു ഓപ്ഷൻ, ഇനി ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് കിടക്കുന്നത് ഈ മെനു എന്നുള്ള ടാബിനകത്താണ്, മെനുവിലാണ്. ജസ്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്രോപ്പ് ഡൗൺ വരും. ആ ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സർവീസുകളുടെ ഒരു ലിസ്റ്റിംഗ് കാണും. അതിൽ നമ്മുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ കാണുന്ന ഡീറ്റെയിൽസ് ഉണ്ട്, റീസെന്റ് ആയിട്ടുള്ള ഈവൻസ്, ന്യൂസ്, ദെൻ ലീവ്സ്, കലണ്ടർ, അത്തരം കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അക്കാദമിക്സിൽ പോവുക. നമ്മളിപ്പോൾ എക്സാമിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗോ ടു അക്കാദമിക്സ് മെനു. ദെൻ അതിൽ അറ്റൻഡൻസ് ഓൾറെഡി പരിചയം കാണും, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. ദെൻ ഇവിടെ എക്സാമിനേഷൻ എന്നൊരു ടാബ് ഉണ്ട്, എക്സാമിനേഷൻ. സോ എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമിനേഷൻ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു സബ് ലിസ്റ്റിംഗ് വരും. അതിനകത്ത് ഓൺലൈൻ എക്സാം എന്ന് കാണും. ആ ഓൺലൈൻ എക്സാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ എക്സാമിനേഷൻ വിൻഡോയിലേക്ക് പോകും. അതിനകത്ത് 5 ഓപ്ഷൻ ആണുള്ളത്. ന്യൂ ഓൺലൈൻ എക്സാം ഉണ്ട്, വ്യൂ ഓൺലൈൻ എക്സാംസ് ഉണ്ട്, ദെൻ വ്യൂ എക്സാം റിസൾട്ട് ഉണ്ട്, ദെൻ റീസെറ്റ് ആൻഡ് എക്സാം, ദെൻ എക്സാം ഇൻസ്ട്രക്ഷൻസ്. ഇത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ എക്സാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എക്സാമുകൾ നിങ്ങൾക്ക് കാണണം, ദെൻ എക്സാമിന്റെ റിസൾട്ട്, ഓൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ എക്സാമുകളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണണം. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫോർ എക്സാമ്പിൾ വ്യൂ എക്സാം ക്ലിക്ക് ചെയ്യാണ്. വ്യൂ എക്സാം റിസൾട്ട്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാച്ച് സെലക്ട് ചെയ്യാൻ പറയും. ഏത് ബാച്ചിന്റെ എക്സാം റിസൾട്ട് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അതിനകത്ത് നമുക്ക് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബാച്ചുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സെമസ്റ്റർ വൈസ് ലിസ്റ്റിംഗ് ആണ്. അതിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ BCA 5th സെമ്മിന് സെലക്ട് ചെയ്തു. സോ അപ്പോൾ നിങ്ങൾക്ക് BCA 5th സെമ്മിൽ ഇതുവരെ കണ്ടക്ട് ചെയ്ത ഓൺലൈൻ എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റിംഗ് വരും. കുറേ എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, കുറേ മോക്ക് ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ നടത്തിയ ഇന്റേണൽ എക്സാമുകളും അതിന്റെ റീടെസ്റ്റുകളും ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് റീടെസ്റ്റിന്റെ റിസൾട്ട് കാണണം. ഞാൻ ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു ടേബിളിനകത്ത് നെയിം, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, ദെൻ വ്യൂ റിസൾട്ട് കാണും. ഓരോ എക്സാമിനും കറസ്പോണ്ടിങ് ആയിട്ട് വ്യൂ റിസൾട്ടുകൾ കാണും. അതിൽ വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾ, ഇതിപ്പോൾ റീടെസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് കുറച്ച് പേര് എഴുതിയിട്ടുള്ളൂ, ആ എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുടെ ഡീറ്റെയിൽസ്, അവരുടെ മാർക്ക്, ഇനി ഇൻഡിവിജ്വൽ മാർക്ക് ലിസ്റ്റ് നമുക്ക് കാണണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, വ്യൂ ആൻസർ ഷീറ്റ്. ദെൻ നമുക്ക് വേണ്ടതൊരു PDF റിപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ PDF റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. അതിൽ ഈ കുട്ടികളുടെ മാർക്ക് ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ വ്യൂ എക്സാമിനേഷൻ റിസൾട്ട് എന്നുള്ള ടാബ്. ഇനി അതിന്റെ ഞാൻ തിരിച്ച് ഓൺലൈൻ എക്സാം എന്നുള്ള എക്സാം എന്നുള്ളതിലേക്ക് തന്നെ പോവാണ്. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ വന്ന പാത്ത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. അതായത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഹോമിൽ എക്സാമിൽ ഓൺലൈൻ എക്സാം വ്യൂ റിസൾട്ട്. നമുക്ക് ഗോ ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോം ടാബിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോമിലേക്കാണ് പോകാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മെനു ടാബിൽ എവിടെ ടാപ്പ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് എക്സാമിലേക്കാണ് തിരിച്ചു പോകണമെങ്കിൽ ജസ്റ്റ് എക്സാമിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ആ എക്സാമിനേഷൻ വിൻഡോയിലേക്ക് വരും. എക്സാം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ എന്നുള്ള വിൻഡോ എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കാണും. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ, വ്യൂ ഓൺലൈൻ എക്സാമിനേഷൻ, ഇതിൽ ഉള്ളത് നമ്മളിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എക്സിസ്റ്റ് ചെയ്യുന്ന ഓൺലൈൻ എക്സാമിനേഷൻ. ഏതെങ്കിലും ഒരു ബാച്ചിൽ നമ്മൾ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമിനേഷൻ 5th BCS എടുത്തു, അതിനകത്ത് നമ്മൾ ചെയ്ത എക്സാമിനേഷൻസ് ഉണ്ടാവും. ഇതിൽ റിസൾട്ട് കിട്ടില്ല, ഈ എക്സാമിനേഷന്റെ സ്റ്റാറ്റസ് ആണ്. ഇതൊക്കെ ഓൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ എക്സാമുകളാണ്. ഇവിടെ ഒരു എക്സാം പബ്ലിഷ് എന്നുള്ള സ്റ്റാറ്റസിൽ നിൽക്കുന്നുണ്ട്. സോ അതായത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, then എഡിറ്റ് ചെയ്യാം. ഒരു തവണ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അതല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും കഴിയില്ല. സോ അതങ്ങനെ തന്നെയാണ്. എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ആ എക്സാം റിവോക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ ഇനി ചെയ്യുന്നത് ഇതിനകത്ത് വേറെ ഓപ്ഷനിൽ പുതിയ എക്സാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യം. കഴിഞ്ഞ എക്സാമുകളൊക്കെ തന്നെ ഓഫീസിൽ നിന്നാണ് ഷെഡ്യൂൾ ചെയ്തതും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തതും ഒക്കെ. ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ തന്നെ സെറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് പുതിയ ഓൺലൈൻ എക്സാമിനേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള കാര്യം. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്നുകൂടി എന്ത് ചെയ്യുക, എവിടെയാണോ നമ്മൾ ഡൗട്ട് ഉള്ളത് ആ ഭാഗത്തേക്ക് പോയിട്ട് ഒന്നുകൂടി കാണുക. ഓക്കെ, പുതിയ ഒരു എക്സാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ ഓൺലൈൻ എക്സാം എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയി കിട്ടും. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് എക്സാമിന്റെ പേര്, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ്, മാക്സിമം ടൈം, പാസ് പെർസെൻറ്റേജ്, എക്സാം ടൈപ്പ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഓൾ ദ ഡീറ്റെയിൽസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നെയിം എന്താന്ന് ചോദിക്കും. യു ക്യാൻ ഗിവ് എ നെയിം ഫോർ യുവർ എക്സാം. സോറി, നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ എക്സാം നടത്തുന്നത് ആ പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ BCA ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഞാനൊരു പേര് കൊടുത്തു, വെബ് പ്രോഗ്രാമിംഗ്. സോ ഞാനൊരു പേര് കൊടുത്തു. ഇനി ഈ എക്സാം എന്നാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നുള്ള കാര്യമാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും. നമ്മൾ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. രണ്ട് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഒരു ടൈം വെച്ച് ആ ടൈമിൽ എക്സാം ഇപ്പോൾ 9 മണി മുതൽ 9:20 വരെ ആണെങ്കിൽ 9 മണി, ഇന്ന് 9 മണിക്ക് തുടങ്ങി ഇന്ന് 9:20 വരെ തീരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും സെറ്റ് ചെയ്യുന്നത് സെയിം ഡേറ്റ് തന്നെ ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു കലണ്ടർ സിമ്പിൾ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറണ്ട് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാകും, ഒരു ഡോട്ടഡ് ലൈനിൽ നിങ്ങൾക്ക് കാണാം. ദെൻ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് സിസ്റ്റം ഡേറ്റിനകത്ത് പിക്ക് ചെയ്യും. ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇതിനകത്ത് 10:44 PM സെറ്റ് ചെയ്തു. ദെൻ എൻഡിങ് ഡേറ്റിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് ഡേറ്റും ഉള്ള ഇതിനകത്ത് പിക്ക് ചെയ്യാം. ബട്ട് നമ്മുടെ എക്സാമിൻ്റെ ഒരു കാരസ്റ്റാറ്റിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് തന്നെ ആ സമയം തന്നെ തീരുന്ന രീതിയിലാണ്, അന്നേ ദിവസം തന്നെ നമ്മൾ പറയുന്ന ഒരു സമയത്ത് തീരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് 2-3 ദിവസം ഇതിൽ കിടക്കുന്ന എക്സാമുകൾ ഷെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ആ രീതിയിലല്ല നടത്തുന്നത്. അപ്പോൾ ഇവിടെ സെയിം ഡേറ്റ് തന്നെ പിക്ക് ചെയ്യാം. ആൻഡ് യു ക്യാൻ സെലക്ട് എ ടൈം. ഇവിടെ താഴെ നിങ്ങൾക്ക് ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് 10 മണിക്ക് തന്നെ. ദെൻ തീരുന്ന സമയം എന്ന് പറയുന്നത് 10:55 ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന്റെ സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ചെയ്യാനുള്ളത് മാക്സിമം ടൈമാണ്. അതായത് ഈ എക്സാം ഇപ്പോൾ 10:44 തുടങ്ങും. 10:44 തുടങ്ങിയിട്ട് ഇത് തീരുന്നത് 10:55 തീരും.
അപ്പം മാക്സിമം ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈം ബൗണ്ടിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു ടൈമാണ് നമ്മൾ മാക്സിമം ടൈം എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, 10 minutes എന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തത് കറക്റ്റ് അല്ല, ഞാനൊന്ന് കറക്റ്റ് ചെയ്യാണ്. 10:55 11:10 എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, 10 minutes എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പാസ് പെർസെൻറ്റേജ് ഞാൻ സെറ്റ് ചെയ്തു. പാസ് പെർസെൻറ്റേജ് അതായത് 50% മാർക്ക് കിട്ടിയാൽ, അതായത് നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10 മാർക്ക് കിട്ടിയാൽ, 10ഓ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയാലേ പാസ് ആവുള്ളൂ. അതാണ് പാസ് പെർസെൻറ്റേജ്. ഇനി ഇതിനകത്ത് എക്സാം ടൈപ്പ് ചോദിക്കുന്നുണ്ട്. എക്സാം ടൈപ്പ് എന്ന് പറയുന്നത് ജനറൽ ടൈപ്പും ഉണ്ട്, സബ്ജക്ട് സ്പെസിഫിക്കും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു യൂണിറ്റ് ടെസ്റ്റ് നടത്താം എക്സാം ഓൺലൈനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. അതല്ല, കോളേജിൽ നിന്ന് നടത്തുന്ന കോമൺ എക്സാമുകളുടെ സബ്ജക്റ്റുകളൊക്കെ ഓരോ സെമസ്റ്ററിലും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഇതിനകത്ത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഈ റേഡിയോ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ബാച്ച് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ഇതിനകത്ത് BSc മാത്തമാറ്റിക്സ് എന്ന് പഴയ ബാച്ചുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. BCA എന്ന് സെലക്ട് ചെയ്തു 5th സെമസ്റ്റർ. അപ്പോൾ അതിനകത്ത് BCAയിൽ ഈ സെമസ്റ്ററിൽ പഠിക്കുന്ന കോഴ്സുകൾ, അതായത് ഇൻക്ലൂഡിങ് ഓപ്പൺ കോഴ്സ് സബ്ജക്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഞാനതിൽ ഇപ്പോൾ നമ്മളെടുത്തത് വെബ് പ്രോഗ്രാമിംഗ് ആണ്, അത് പിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ വന്ന് കാണാം. അതിൽ എല്ലാ കുട്ടികളുടെയും പേര് ഇതിനകത്ത് കാണാം. ഓൾറെഡി എല്ലാവരും അസൈൻഡ് ആയിരിക്കും, അതായത് ഈ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഈ എക്സാമിനേഷനിൽ പങ്കെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ കുട്ടിയെ ഇതിൽ പങ്കെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ട് 4 പേർക്ക് എക്സാം നടത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടിക്ക് നണ്ണെന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർക്കൊക്കെ വേണോ അവരെ മാത്രം എന്ത് ചെയ്യാം സെലക്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഈ 4 പേർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ എക്സാം ലോഗിൻ ചെയ്താൽ അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഓൺലൈൻ എക്സാം വ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ഓൾ കൊടുത്തു. ദെൻ ഇവിടെ നമ്മൾ വെബ് പ്രോഗ്രാമിംഗ് എന്ന സബ്ജക്റ്റിന്റെ എക്സാം ആണ് നടത്തുന്നത്. ഇനി ഇതിനകത്ത് ഇത് ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി നമുക്കൊരു കൺവീനിയൻസിന് വേണ്ടി സബ്ജക്റ്റുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എക്സാം ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ അതോ ഹൈബ്രിഡ് എക്സാമ്പിളാണോ ചോദിക്കുന്നത്. ഒബ്ജക്റ്റീവ് മീൻസ് എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, 4 ചോയ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെയുള്ള ഹൈബ്രിഡ് ടൈപ്പ് ഉണ്ട്, അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഹൈബ്രിഡ് ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ്, അതായത് കുട്ടിക്ക് അതിനകത്ത് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഹൈബ്രിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അസൈൻ ഇവാലുവേറ്റേഴ്സ് എന്ന് കാണാം. അതായത് ഈ ഉത്തരം സിസ്റ്റം റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ഇതിനകത്ത് ഇല്ല, അത്തരം അൽഗോരിതം ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരാൾക്ക് ഒരു സ്റ്റാഫിനെ അസൈൻ ചെയ്യും, ആൾക്ക് എന്ത് ചെയ്യാം, ആ കുട്ടി എഴുതിയ ആൻസർ റീഡ് ചെയ്ത് അതിന് മാർക്ക് അസൈൻ ചെയ്യും. ആ രീതിയിലാണ് ഹൈബ്രിഡ് സിസ്റ്റം റൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നടത്തുന്നത്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഒബ്ജക്റ്റീവ് എന്നുള്ളത്. പിന്നുള്ളത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പല എക്സാമുകൾക്കും നമുക്ക് കാണാം ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിന്റെ ഉത്തരങ്ങൾ. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ടിക്ക് ബോക്സ് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉള്ള, മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് അതിനെ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ കാണുന്ന ഷോ റിസൾട്ട് ആഫ്റ്റർ എൻഡ് ടൈം എന്നുള്ളത്, ഈ കുട്ടി ഇപ്പോൾ 9 മണിക്ക് എക്സാം എഴുതാൻ കയറിയ കുട്ടി അയാള് എക്സാം എഴുതി തുടങ്ങിയിട്ട് 9 മണി മുതൽ 10 മിനിറ്റ് അയാൾക്ക് കിട്ടും, 9:10 വരെ. ഇപ്പോൾ ഒരു കുട്ടി ഞാനിവിടെ സെറ്റ് ചെയ്ത ടൈം കാണാം 10:44 ദെൻ 11:10. ഈ ടൈമിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്തു 10:44 ദെൻ 11:10. ഒരു കുട്ടി 11:09 കയറിയാലും അയാൾക്ക് എന്ത് കിട്ടും, അയാൾ കയറിയ സമയം മുതൽ 10 മിനിറ്റ് അയാൾക്ക് എന്ത് ചെയ്യാം എക്സാം എഴുതാം. അപ്പോൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കുറച്ച് സെറ്റ് ചെയ്യാം. 10:44 ഞാൻ സെറ്റ് ചെയ്തു. 10:44 മുതൽ ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ കുട്ടിക്ക് അലൗഡ് ആയിട്ടുള്ള ടൈമാണ് മാക്സിമം, അതായത് അല്ലെങ്കിൽ മിനിമം ഈ ഒരു വിത്തിൻ ലിമിറ്റിൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന് മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, 10:44 കഴിഞ്ഞിട്ട് ആൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, 10:55 വരെ അയാൾക്ക് എന്ത് ചെയ്യാം എക്സാം എഴുതാൻ കയറാം. ഇതിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, എക്സാമിൽ ലോഗിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ 10:55 കയറുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ 10:54 കയറുന്ന ഒരു കുട്ടിക്ക് ആ 10:54 മുതൽ 10 മിനിറ്റ് ആണ് എക്സാമിന് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സാം എക്സ്പയർ ആവും. അപ്പോൾ അതല്ലെങ്കിൽ ഒരു കുട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം എൻഡ് ചെയ്തു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ മാർക്ക് കാണിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് ഈ ഒരു ഷീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. അതായത് ഇതിന്റെ ഒരു ആ ഫോമിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളും. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോകും. അത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്ന പേജാണ്. ആ പേജ് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പേജ് കാണിക്കാത്തതിന് കാരണം ഇതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്ന അധ്യാപകർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ എക്സാമിനേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച എക്സാമിനകത്ത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പേജ് കാണിക്കാഞ്ഞത്. ബാക്കി എക്സാമിനേഷൻ ക്രിയേഷൻ ഒക്കെ ഓഫീസിൽ നിന്ന് ചെയ്തോളും. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ബികോം ഫിനാൻഷ്യൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് എടുക്കുന്ന ആളാണ്, അയാൾക്ക് ആ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് എക്സാമിൽ പോയി ഓൺലൈൻ എക്സാം എടുക്കുക, ബാച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബികോം ഫിനാൻസ് സെലക്ട് ചെയ്തു. ദെൻ അതിനകത്ത് ഇനി നടക്കാൻ പോകുന്ന എക്സാമുകളൊക്കെ അതിൽ എന്ത് ചെയ്തു ഡേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ സെലക്ട് ചെയ്ത് അതിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതിനകത്ത് വ്യൂ ഓൺലൈൻ എക്സാമിൽ ക്ലിക്ക് ചെയ്യുക, അത് ബാച്ച് സെലക്ട് ചെയ്യുക. ബാച്ച് ഞാനിവിടെ BCA യിലാണ് നമ്മൾ എക്സാം ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ BCA സെലക്ട് ചെയ്യുന്നുണ്ട്. BCA എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് പ്രോഗ്രാമിംഗ് എന്നുള്ള എക്സാമിനേഷൻ്റെ നെയിം കൂടെ കാണാം. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, എൻഡ് ചെയ്യുന്ന ഡേറ്റ്, സ്റ്റാറ്റസ് കാണാം. നോട്ട് പബ്ലിഷ്ഡ് ആണ്, പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്തത് കഴിഞ്ഞു പോയ എക്സാമുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ഇത് എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്നത്, ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട വിൻഡോയിലേക്കാണ് പോവുക. അതായത് ആ എക്സാമിനേഷന്റെ ബേസിക് ഡീറ്റെയിൽസ്, അതായത് സ്റ്റാർട്ട് ടൈം, എൻഡ് ടൈം, ടൈപ്പ്, അങ്ങനത്തെ കാര്യമൊക്കെ എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോവുക. നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചെയ്യേണ്ടത്, ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഈ എക്സാമിനേഷന്റെ പേരിൽ പോയി കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ആ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വെബ് പ്രോഗ്രാമിംഗ്, ഞാൻ മൗസ് വെക്കുന്നതനുസരിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. വെബ് പ്രോഗ്രാമിംഗിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, നോ ക്വസ്റ്റ്യൻസ് ആഡഡ് ടു ദിസ് ഓൺലൈൻ എക്സാം എന്ന് കാണാം. ഓക്കെ, ഇനി ഇതിലേക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടി മേളിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ട് ക്വസ്റ്റ്യൻ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് എക്സാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടുന്ന് പോവാം, മോർ എന്നുള്ള മെനുവിൽ പോവാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വരും. ആദ്യം ചെയ്യേണ്ട കാര്യം, ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എത്ര മാർക്കാണ് അസൈൻ ചെയ്യുന്നത് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യന് 1 മാർക്ക്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, അങ്ങനെ എല്ലാം ഒരു മാർക്ക് ആയിക്കോണമെന്നില്ല. നമുക്ക് പല കോംപ്ലക്സിറ്റി അനുസരിച്ച് പല മാർക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 മാർക്കാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഐദർ കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. വാട്ട് ഈസ്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തു, വാട്ട് ഈസ് PHP എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ സെലക്ട് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് ഓപ്ഷൻസ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അതായത് ഈ ചോദിച്ച ചോദ്യത്തിലുള്ള ഓപ്ഷൻസ്, ഞാനിവിടെ കുറച്ച് ഓപ്ഷൻസ് എൻ്റർ ചെയ്യാണ്. ഒരു ഓപ്ഷൻ എൻ്റർ ചെയ്തു. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എൻ്റർ ചെയ്തു. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് എൻ്റർ ചെയ്തത്. ഡീഫോൾട്ട് 2 ഓപ്ഷൻസ് മാത്രമായിരിക്കും ഇതിൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവും, അതായത് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇനി കൂടുതൽ ഓപ്ഷൻസ്, നമുക്ക് 4 ഓപ്ഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അല്ലെങ്കിൽ 2 ഓപ്ഷൻ വെച്ചിട്ട് എക്സാം നടത്താം, അല്ലെങ്കിൽ 4 ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ എന്ത് ചെയ്യാം, ഞാൻ പിന്നെയും ഓപ്ഷൻസ് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷനോട് ഞാൻ സെറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് അഗെയിൻ 1 more ആഡ് ഓപ്ഷൻ ഞാൻ കൊടുത്തു. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത്. ഇനി വേണ്ടത് ഇതിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നും കൂടി നമ്മൾ മാർക്ക് ചെയ്യണം. അവിടെ ഈസ് ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈസ് ആൻസർ. അതായത് ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്തതാണ്. ഇതാണോ കറക്റ്റ് ആൻസർ എങ്കിൽ എന്ത് ചെയ്യുക, ഞാനിവിടെ ഈ ചെക്ക് ബോക്സിൽ ആ ടിക്കറ്റ് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് ഇതാണ് കറക്റ്റ് ആൻസർ എങ്കിൽ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ആൻസർ ഇല്ലാന്ന് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് ഒന്നിലധികം ചെക്ക് ബോക്സുകൾ ഇവിടെ അലോ ചെയ്യില്ല. ഇവിടെ ഇടാം, പക്ഷെ എന്താ വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എറർ വരും. ഞാൻ എന്ത് ചെയ്യാണ്, ഇതാണ് കറക്റ്റ് ആൻസർ, ഞാൻ ഈ ടിക്ക് ഒഴിവാക്കുകയാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു. ഇനി വരിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ആണോ ആഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഈ വിൻഡോ വന്നുകൊണ്ടേയിരിക്കും. അവിടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുക. അടുത്തത് ഞാൻ അഗെയിൻ വാട്ട് ഈസ് HTML ചോദിച്ചു. ദെൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ദെൻ ഓപ്ഷൻസ് ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുള്ളൂ, ഹൈപ്പർ ടെക്സ്റ്റ്. അടുത്ത ഓപ്ഷൻ ടൈപ്പ് ചെയ്യാം.
ദെൻ കറക്റ്റ് ആൻസർ ഏതാണോ അത് ടിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 2 ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതും 21ാമത്തെ ഇങ്ങനെ തന്നെ വരും. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, യു ക്യാൻ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിച്ചു തരും. വാട്ട് ഈസ് PHP, ഇതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കറക്റ്റ് ആൻസർ ആണ് ഇവിടെ ഒരു ബോൾഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബോൾഡ് ആയിട്ട് കിടക്കുന്നതാണ്, ബാക്കിയൊക്കെ ബോൾഡ് ആയിരിക്കില്ല. ദെൻ ഇവിടെ നമ്മൾ 2 ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. ആ 2 ഓപ്ഷനാണ് ഇവിടെ കാണിച്ചു തരുന്നത്. 2 ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതിന്റെ മാർക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ എഡിറ്റ് ഫ്രം ഹിയർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ നമുക്ക് ഈ ഓപ്ഷനിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് വരണം, ഞാൻ ഇതിനകത്ത് H സ്മോൾ ലെറ്റർ ആക്കി അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ആ അപ്ഡേഷൻ അവിടെ കനോട്ട് ബി ആഡഡ് മൾട്ടിപ്പിൾ ടൈംസ്, അതിനകത്ത് ചെറിയ എന്തോ വന്നു. ബട്ട് നിങ്ങൾക്ക് നോർമലി എന്ത് ചെയ്യാം, ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് അപ്ഡേഷൻ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗോ ബാക്ക്. നമുക്ക് തിരിച്ച് നമ്മൾ ആ പഴയ വിൻഡോയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ട വിൻഡോ. ഇനി ഇതിൽ കുറേ ഓപ്ഷൻസ് വേറെ ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഇടയ്ക്ക് ഇന്നിപ്പോൾ 5 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു, നാളെ അതിൻ്റെ ബാക്കി ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ ഓൺലൈൻ എക്സാമിൽ പോവുക, വ്യൂ എക്സാംസ് എടുക്കുക, അതിനകത്ത് നിന്ന് ബാച്ച് സെലക്ട് ചെയ്യുക. ദെൻ ആ ബാച്ചിലെ എക്സാമിന്റെ പേരുകൾ കാണും, അതിൽ ആ പേരിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ പേര് ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള വിൻഡോ വരും. ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് എത്ര ക്വസ്റ്റ്യൻ ആയി എന്ന് കണ്ട്, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആയി എന്ന് ചിലപ്പോൾ കാണില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഞാൻ 2 ആയി, ഒന്നുകൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആഡ് ക്വസ്റ്റ്യൻ കൊടുത്താൽ നമ്മൾ നേരത്തെ ചെയ്ത ആ വിൻഡോ വരും, അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇമ്പോർട്ട് ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ട് ചെയ്യാം. ഐ തിങ്ക് ഇതിനകത്ത് ഇപ്പൊ ഞാൻ BCA പിക്ക് ചെയ്തു. ദെൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് സെലക്ട് സബ്ജക്ട് കോഡ്. ഓക്കെ, കണ്ടോ, ഇതിനകത്ത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താന്ന് തോന്നുന്നു ഈ വിൻഡോ. അതായത് ഇതിനകത്ത് ഇപ്പൊ ഇമ്പോർട്ടിനെ പറ്റി അത്ര വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇമ്പോർട്ടിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഇമ്പോർട്ട് ഇതിനകത്ത് എക്സൽ ഫയലിൽ ചെയ്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്യാനായിരുന്നു, പക്ഷെ അതല്ല ഇതിനകത്ത് വേറെ എന്തോ വന്നത്. എനിവേ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നൗ യു ക്യാൻ ആഡ് ക്വസ്റ്റ്യൻസ് ആസ് ഐ സെഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് റീഅറേഞ്ച് ക്വസ്റ്റ്യൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റീഅറേഞ്ച് ക്വസ്റ്റ്യൻസിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കണ്ടോ, അതായത് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇപ്പൊ 2 ഉള്ളതുകൊണ്ട് ഇത് റാൻഡമൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ആണ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ കുട്ടികളുടെയും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ ഒരു ഓർഡർ സെയിം ആയിരിക്കും. അപ്പൊ ഇവര് എക്സാം എഴുതുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യാം. അപ്പൊ അത്തരം കാര്യങ്ങളെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ റാൻഡമൈസ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടിക്കും ആ ഒരു ടിക്ക് ബോക്സിൽ ആ ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ കുട്ടിക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും, ബട്ട് അതിന്റെ ഓർഡറിങ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യം വേണമെങ്കിൽ നമുക്ക് എൻഷുർ ചെയ്യാം. അതായത് ഓരോരുത്തരും എന്ത് ചെയ്യും, പല ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വേറൊരു കുട്ടിയുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ രീതിയിൽ നമുക്ക് ഒരു റാൻഡമൈസേഷൻ കൊണ്ടുവരാം. അതിനുവേണ്ടിയാണ് നമ്മൾ റാൻഡമൈസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ ചെറിയൊരു ഡിഫിക്കൽട്ടി ഉള്ളത്, നമ്മൾ മൊബൈൽ ഇന്റർഫേസ് ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളേജിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തിരുന്നത് ഡയറക്റ്റ് നമ്മളൊരു വേർഡ് ഫയലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് ഓഫീസിലേക്ക് മെയിൽ അയച്ചു കൊടുക്കുകയാണ്. ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മൾ 2 ടൈപ്പിംഗ് അപ്പോൾ ചെയ്യണം. അതായത് ഓഫീസിലുള്ളവർ എന്ത് ചെയ്യണം, നിങ്ങളൊരു ടൈപ്പിംഗ് ചെയ്തിട്ട് അത് ഓഫീസിൽ വന്നിട്ട് ഓഫീസിൽ നിന്ന് പിന്നെ അത് രണ്ടാമതിലേക്ക് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. ആ സമയത്ത് നമുക്ക് അതിന് പകരം എന്ത് ചെയ്യാം, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ ആഡ് ചെയ്യാം. ആ ഒരു ഡബിൾ ടാസ്ക് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതായത് 2 കൂട്ടർ ഒരേ പണി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാം അവിടെ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമുക്കൊരു ജനറിക് എക്സാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം,
സബ്ജക്ട് വൈസ് എക്സാമുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി റീസെറ്റ് എക്സാമുകൾ ഉണ്ട്. ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഇനിയുണ്ട്. എക്സാം ഇൻസ്ട്രക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എല്ലാം കൂടി ഒരു ദിവസം പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. വഴിയെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ന്യൂ ഓൺലൈൻ എക്സാം ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സാം റിസൾട്ടുകൾ കാണുന്നത് എങ്ങനെയാണ്, ദെൻ വ്യൂ എക്സിസ്റ്റിംഗ് എക്സാം എങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്ത് സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.